ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റമദാൻ പുണ്യനാളിൽ ആരോഗ്യത്തോടെ എങ്ങനെ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാമെന്നാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൂറിന് അത്താഴത്തിനായിട്ട് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബ്രൊക്കോളി എഗ് റാപ്പാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗും ഒരു എഗ് വൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനൊപ്പം കുറച്ച് ഒറിഗാനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും റാപ്പ് ഒന്ന് സോഫ്റ്റ് ആവാൻ കുറച്ച് മിൽക്ക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്ത എഗ്ഗ് മിക്സ് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി റാപ്പ് ഫില്ലിങ്ങിനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കുറച്ച് ബ്രൊക്കോളിയും കുറച്ച് ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രൊക്കോളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മഷ്റൂം എടുക്കാം, സ്പിനാച്ച് ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി എഗ് റാപ്പ് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ എഗ്ഗ് മിക്സ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ എഗ്ഗ് മിക്സൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ റാപ്പ് ഫില്ലിങ്ങിനായിട്ട് വേവിച്ചെടുത്ത ബ്രൊക്കോളിയും ടൊമാറ്റോ കൂടെ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള എഗ് ബ്രൊക്കോളി റാപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അത്താഴത്തിന് എപ്പോഴും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി നൽകാനും വിശപ്പ് കൺട്രോൾ ചെയ്യാനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഇനി ഇഫ്താറിന് നോയമ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു ആപ്പിള്, ഒരു ഡേറ്റ്സ്, കുറച്ച് റോസ്റ്റഡ് മക്കാന, കുറച്ച് റോസ്റ്റഡ് പംകിൻ സീഡ്സുമാണ് എടുത്തിട്ടുള്ളത്. ഇനി മെയിൻ കോഴ്സിലോട്ട് വരുമ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് റെഡ് ലെൻറ്റിൽ സൂപ്പാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ചൂടായി വന്ന കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ 3/4 കപ്പ് ചുവന്ന പരിപ്പ് നന്നായി കുതിർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പരിപ്പും വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി ബ്ലെൻഡ് ചെയ്ത മിക്സ് ഇനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൂപ്പിന് വേണ്ട കൺസിസ്റ്റൻസിയിലൊക്കെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി എരിവിന് ആവശ്യമായ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഹെൽത്തി ഫാറ്റ്സിന് വേണ്ടി കുറച്ച് കോക്കനട്ട് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പംകിൻ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള റെഡ് ലെൻറ്റിൽ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫാസ്റ്റിംഗ് കഴിഞ്ഞ് സ്റ്റൊമക്ക് ഒന്ന് ലൈറ്റ് ആകാനും ഡൈജഷൻ സ്മൂത്ത് ആകാനും എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇനി ഡിന്നറിലേക്ക് വരുമ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരുപാട് വെജീസൊക്കെ ചേർത്ത് തയ്യാറാക്കിയ പനീർ സാലഡാണ്.
ഇനി പനീറിന് പകരമായിട്ട് നിങ്ങൾക്കിവിടെ ചിക്കനും എടുക്കാവുന്നതാണ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് 100 grams ഓഫ് ലോ ഫാറ്റ് പനീറാണ് എടുത്തിട്ടുള്ളത്. ഇനി മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനൊപ്പം കുറച്ച് ഒറിഗാനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ പനീർ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രയറൊക്കെ ഉള്ളവർക്ക് അതിലും കുക്ക് ചെയ്യാവുന്നതാണ്. ഇതാ നമ്മുടെ പനീറൊക്കെ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാലഡ് തയ്യാറാക്കാൻ ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ക്യുക്കമ്പർ, ക്യാരറ്റ്, കുറച്ച് ക്യാബേജും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒനിയനൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സാലഡിന് ആവശ്യമായ ഒരു സിമ്പിൾ ക്രീമി ഡ്രസ്സിങ് പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. യോഗട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രീക്ക് യോഗട്ട് എടുക്കാം, അതുമല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു പകുതി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ഡ്രസ്സിങ് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. കൂടെ തന്നെ തയ്യാറാക്കിയ വെജീസ് കൂടെ നമ്മുടെ ഡ്രസ്സിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായി ഫ്രൈ ചെയ്ത് മാറ്റിയ പനീർ കൂടെ നമ്മുടെ സാലഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ ക്രീമി സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഡിന്നർ കഴിക്കുമ്പോൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പകരം ഇതേപോലുള്ള സാലഡ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. എപ്പോഴും പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാൻ, ലൈക്ക് ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ് ഫിഷ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതുമാണ്. റമദാൻ ഡയറ്റ് സ്പെഷ്യൽ വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഈ പുണ്യനാളിൽ ആരോഗ്യത്തോടെ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മുടെ ബോഡിക്ക് ഒരു അനുഗ്രഹമാകട്ടെ. അതുപോലെ തന്നെ ശാന്തമായ മനസ്സും നല്ല ചിന്തകളും നമ്മുടെ ജീവിതത്തിനൊരു വെളിച്ചമേകട്ടെ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.